ഓം ശാന്തി. ഇന്നത്തെ അവ്യക്ത മഹാവാക്യം 18/1/1990. സ്മൃതി ദിവസ് पर അവ്യക്ത ബാപ്ദാദാ के മഹാവാക്യ. സ്മൃതി ദിവസത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ മഹാവാക്യം. आज सर्व बच्चों के स्नेही माता पिता अपने स्नेही बच्चों को स्नेह की दिल की आवाज़ और स्नेह में अनमोल मोतियों को मालाएं देख देख बच्चों को स्नेह का रिटर्न विशेष वरदान दे रहे हैं. ഇന്ന് സർവ കുട്ടികളുടെയും സ്നേഹിയായ മാതാപിതാവ് തൻ്റെ സ്നേഹി മക്കളുടെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ശബ്ദവും സ്നേഹത്തിൽ ലയിച്ച സ്നേഹത്തിൽ കുട്ടികളുടെ ഉള്ളിൽ നിന്നും വളരെ വിലപ്പെട്ട മുത്തുകളുടെ മാല ബാബ കാണുകയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ സ്നേഹം ബാബ കണ്ടു, സ്നേഹം ബാബ അനുഭവിച്ചു, അറിഞ്ഞു. അപ്പോൾ സ്നേഹത്തിൻ്റെ റിട്ടേൺ ബാബ തരികയാണ്. സ്നേഹത്തിൻ്റെ റിട്ടേണായി വിശേഷിച്ച് വരദാനം ബാബ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സദാ സമീഭവ, സമാൻ സമർത്ഥ ഭവ, സദാ സമ്പന്ന സന്തുഷ്ട ഭവ. എന്തായിരുന്നു വരദാനം? സദാ സമീപ് ഭവ, സമാൻ സമർത്ഥ ഭവ, സദാ സമ്പന്ന സന്തുഷ്ട ഭവ. सबके दिल का स्नेह आपके दिल में संकल्प उड़ते ही बाप दादा के पास अति तीव्र गति से पहुंच जाता है. അപ്പോൾ ബാബയുടെ വരദാനം കിട്ടിക്കഴിഞ്ഞല്ലോ. ഈ വരദാനം കിട്ടിക്കഴിഞ്ഞ് ആരുടെ ഹൃദയത്തിൽ ബാബയെ പ്രതി ബാബ എന്നുള്ള സങ്കല്പം ജനിക്കണം. എപ്പോൾ ഹൃദയത്തിൽ നിന്നും ബാബയുടെ സങ്കല്പം വരുന്നു, ആ സെക്കൻഡിൽ വളരെ ഫാസ്റ്റായിട്ട് ബാബ് ദാദയുടെ അടുത്തേക്ക് എത്താൻ കഴിയും. നാനാഭാഗത്തുമുള്ള ദേശവിദേശത്തുള്ള കുട്ടികൾ, ബാബയുടെ മക്കൾ, സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലൗലീനമാണ്. അല്ലെ, ബാബയ്ക്ക് ഇന്ന് കുട്ടികളെ കാണാൻ കഴിഞ്ഞത് സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന മക്കളെയാണ്. ബാബ് ദാദാ उसमें भी विशेष ब्रह्मा माँ बच्चों को स्नेह में लवलीन देख स्वयं भी बच्चों के लव में स्नेह में समाई हुई. അപ്പോൾ ബാബ പറയാ, ബാബ് ദാദയും അതിൽ വിശേഷിച്ച് ബ്രഹ്മ ബാബയെക്കുറിച്ച് പറയാം. ബ്രഹ്മാവാകുന്ന അമ്മയ്ക്ക് മക്കളുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത് കണ്ടിട്ട് സ്വയം ബാബ എന്ത് ചെയ്തു? സ്വയം ബ്രഹ്മാവാകുന്ന അമ്മയും കുട്ടികളുടെ സ്നേഹത്തിൽ ലയിച്ചു പോയി. ബാബ പറയാ, കുട്ടികൾക്കറിയോ, ബ്രഹ്മാവാകുന്ന അമ്മ കുട്ടികളോട് വിശേഷിച്ച് ബാബയ്ക്ക് സ്നേഹമാണ്. സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും സ്നേഹമുണ്ട്. പാലന കർണേ വാലി മാ കാ സ്വതഹി വിശേഷ സ്നേഹ രഹത്തി ഹൈ നാ. ഒരമ്മ അല്ലേ, കുട്ടിയെ പാലിക്കും തോറും എന്ത് ചെയ്യും? ആ കുട്ടിയോട് സ്നേഹം തോന്നാറില്ലേ പറയാ. അപ്പം അതേപോലെ ബാബ സാകാരത്തിലും അവ്യക്തത്തിലും നമ്മളെ പാലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് വിശേഷ സ്നേഹം ബ്രഹ്മാവാകുന്ന അമ്മയ്ക്കുണ്ട് പറയാ. അതുകൊണ്ട് ഇന്ന് ബ്രഹ്മാവാകുന്ന അമ്മ ഓരോ കുട്ടികളെയും കണ്ട് വളരെയധികം സന്തോഷത്തിൻ്റെ പുഞ്ചിരി തൂക്കുകയാണ്. കുട്ടികളുടെ മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും നയനങ്ങളിലും ആരെയുള്ളൂ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ. ബ്രഹ്മ ബാബയെ ഓർമ്മിക്കാത്ത അല്ലേ, ജനുവരി 18 വിശേഷത ഒരു ബീക്കയും ഉണ്ടാവില്ല. അപ്പം ബാബ പറയുന്നത്, ഇന്ന് ബ്രഹ്മാവാകുന്ന അമ്മ ഓരോ കുട്ടികളെയും കണ്ട് വളരെയധികം സന്തോഷത്തിൻ്റെ പുഞ്ചിരി തൂകി കുട്ടികളുടെ മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും നയനങ്ങളിലും മാതാപിതാവല്ലാതെ വേറെ ആരുമില്ല. सब बच्चे एक भरोसा से आगे बढ़ रहे हैं. എല്ലാ കുട്ടികളും
ഒരു ബലം, ഒരു വിശ്വാസം. ഈ മഹാവാക്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സങ്കല്പം ദൃഢമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബലം, ഒരു വിശ്വാസം. अगर कहाँ रुकते भी तो माता पिता के स्नेह का हाथ फिर से समर्थ बनाई आगे बढ़ा देते हैं. ഒരു പക്ഷേ എവിടെയെങ്കിലും നിന്നു പോയാൽ, ഏതെങ്കിലും മായയിലോ ഏതെങ്കിലും പരിതസ്ഥിതിയിലോ കുട്ടികൾ നിന്നു പോയാൽ, മാതാപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കൈകൾ എന്ത് ചെയ്യും? വീണ്ടും അവരെ സമർത്ഥമാക്കി മുന്നോട്ട് നയിക്കും. आज माता पिता बच्चों को श्रेष्ठ भाग्य के गीत गा रहे थे. ബാബ്ദാദ അല്ലേ, ശിവബാബയാകുന്ന അച്ഛനും ബ്രഹ്മാവാകുന്ന അമ്മയും മക്കളുടെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ദിവസം വിശേഷിച്ച് സൂര്യനും ചന്ദ്രനും, ശിവബാബയും ബ്രഹ്മബാബയും നമ്മുടെ ബാക്ക് ബോണായിട്ട് നിന്നുകൊണ്ട് നക്ഷത്രങ്ങളാകുന്ന നമ്മളെ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന ദിവസമാണ്. അല്ലെ, വചനത്തിൽ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ്. जैसे यज्ञ की स्थापना के आदि में ब्रह्मा बाबा ने बच्चों को आगे अपना सब कुछ समर्पित किया, अर्थात विल की. അവന് എങ്ങനെ യജ്ഞം ആരംഭിച്ച സമയത്ത് ബ്രഹ്മാവാകുന്ന അമ്മ തൻ്റെ മക്കളുടെ മുന്നിൽ എല്ലാം സമർപ്പിച്ചത്, ദാനം ചെയ്തത്. അതേപോലെ ഇന്നത്തെ ദിവസത്തിലും ബ്രഹ്മാവാകുന്ന അമ്മ ഇന്നും നമുക്ക് ദാനം ചെയ്യാം. അല്ലെ, ബാബ അന്ന് സ്ഥൂലമായ എല്ലാം തന്നെ ട്രസ്റ്റ് ഉണ്ടാക്കി അവിടെ അർപ്പിച്ചു. അപ്പോൾ അവന് ഇന്നും ബാബ ഇന്നത്തെ ദിവസത്തിലും ബ്രഹ്മാവാകുന്ന അമ്മ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി സർവശക്തികളും ദാനം ചെയ്യാണ്, വിൽ ചെയ്യാണ്. आज के दिवस नयनों द्वारा, संकल्प द्वारा बाबा ने बच्चों को विशेष सन शो फादर की विशेष सौगात दी है. ഇന്നത്തെ ദിവസം തൻ്റെ നയനങ്ങളിലൂടെ, സങ്കല്പങ്ങളിലൂടെ ബാബ തൻ്റെ മക്കൾക്ക്, വിശേഷപ്പെട്ട മക്കൾക്ക് സമ്മാനം തരികയാണ്. സമ്മാനം, ഇനി അച്ഛനെ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് മക്കളാണ്. संशो फादर. आज के दिवस ब्रह्मा बाबा ने प्रत्यक्ष साघा रूप में करावनहार का पाठ बजाने का प्रत्यक्ष रूप दिखाया. ബാബ പറയുന്നു, ഇന്നത്തെ ദിവസം ബാബ പ്രത്യക്ഷ സാകാരത്തിൽ തൻ്റെ കരാവൻഹാറിൻ്റെ പാർട്ട് പ്രത്യക്ഷമാക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബാബ പറയാം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. ചെയ്യിപ്പിക്കുന്നവനായ ബാബ ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരനായി മാറി. ബാബ ചെയ്യിപ്പിക്കുന്ന ആളായിട്ട് മാറി. ഇന്ന് ബ്രഹ്മാവാകുന്ന അമ്മയും ചെയ്യിപ്പിക്കുന്ന ആളായിട്ട് മാറുകയാണ്. കരൺഹാർ നിമിത്ത് ബച്ചോക്ക് ബനായ. ഇത് ചെയ്യാൻ ആരെ നിമിത്താക്കി മാറ്റി? നമ്മൾ മക്കളെ നിമിത്താക്കി മാറ്റി. ഓർ കരാവൻഹാർ മാത് പിതാ സാത്തി ബനെ. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ മാതാപിതാവ് നമ്മളുടെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇന്ന് ഈ പാർട്ട് സാകാരത്തിലെടുക്കുകയാണെന്ന് പറയേ ബാബ. आज के दिन ब्रह्मा बाबा ने अपनी सेवा की रीति और गति परिवर्तन की. ഇന്നത്തെ ദിവസം അല്ലെ, സ്മൃതി ദിനത്തിനോടനുബന്ധിച്ച് ഇന്നത്തെ ദിവസം ബാബ തൻ്റെ സേവനത്തിൻ്റെ രീതി ഒന്ന് മാറ്റുകയാണ്. സേവനത്തിൻ്റെ മാർഗം ഒന്ന് മാറ്റിപ്പിടിച്ചു. आज के दिवस विशेष ब्रह्मा बाबा देह से सूक्ष्म फरिश्ता स्वरूप धारण कर ऊंचे वदन सूक्ष्म वदन वासी बने. इसलिए ഇന്നത്തെ ദിവസം വിശേഷിച്ച് ബ്രഹ്മ ബാബ ദേഹത്തിൽ നിന്നും സൂക്ഷ്മ
ഫരിഷ്ത സ്വരൂപം ധരിച്ച് ഉയർന്ന വദനം സൂക്ഷ്മവദനവാസിയായി മാറി. എന്തിനു വേണ്ടി? बच्चों को तीव्र गति से ऊंचा उठाने के लिए. ബാബ എങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിയോ അതേപോലെ മക്കളെയും തീവ്രഗതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട്. बच्चों को फरिश्ता रूप से उठाने के लिए, മക്കളെയും അച്ഛനെ പോലെ ബാബയെ പോലെ ഉയർന്ന പറന്നുകൊണ്ടിരിക്കുന്ന മാലാഖിയാക്കി മാറ്റുന്നതിന് വേണ്ടി, അത്രയും ഈ സാകാരി ലോകത്തിൻ്റെ സർവ്വബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട്. ഇത്തന ശ്രേഷ്ഠ മഹത്വക്ക ഏ ദിവസേന, അതുകൊണ്ട് ഇന്നത്തെ ദിവസം മനസ്സിൽ പതിപ്പിച്ചേക്കണം. ബാബ പറയുക, ജനുവരി 18 മാഞ്ഞു പോവരുത്. ഇന്നത്തെ ദിവസത്തിന് അതുകൊണ്ട് ശ്രേഷ്ഠ മഹത്വത്തിൻ്റെ ദിവസം എന്ന് പറയാം. കേവലം അച്ഛനും മക്കളും ചേർന്നു ഒരു സ്നേഹത്തിൻ്റെ ദിവസം ആഘോഷിച്ചു, അങ്ങനെ സാധാരണ ദിവസമല്ല ഇന്നത്തെ പറയാം ബാബ. लेकिन विश्व के आत्माओं को, ब्राह्मण आत्माओं को और सेवा का गति का परिवर्तन ड्रामा में नूंदा हुआ था. ബാബ പറയുന്നു, വിശ്വത്തിലെ ആത്മാക്കളുടെ, ബ്രാഹ്മണ ആത്മാക്കളുടെ സേവനത്തിൻ്റെ ഗതി പരിവർത്തനം, സേവനത്തിൻ്റെ ഗതിയുടെ പരിവർത്തനം ഡ്രാമയിൽ ഫിക്സ്ഡ് ആയിരുന്നു, നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. ജോ ബച്ചെ ഭി ദേഖ് രഹേ ഹേ നാ, സാകാര ബാബ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയുള്ള സേവനമാണ് ഇല്ല, വിദേശങ്ങളിലൊക്കെ സേവനം നടക്കാൻ തുടങ്ങിയത് തന്നെ ബാബ അല്ല അവ്യക്ത ബാബ അവ്യക്തമായതിനു ശേഷം വിദേശത്ത് ഇത്രയും തീവ്രമായിട്ട് സേവനം നടക്കും. അതുകൊണ്ട് സേവനത്തിൻ്റെ രീതി തന്നെ മാറിക്കഴിഞ്ഞ് പറയുക ബാബ. കുട്ടികളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സേവനം. ഇപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അല്ല, ഇപ്പോൾ സേവനം വളരെ സ്പീഡായിട്ട് ബാബ പറഞ്ഞ പോലെ വിഹംഗ മാർഗത്തിൻ്റെ സേവനം ശരിക്കിപ്പോൾ വളരെ തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയും, കുട്ടികളും കാണുന്നുണ്ട് സേവനം ഡ്രാമയിൽ എങ്ങനെ ചേഞ്ചായി. വിശ്വ की आत्माओं के प्रति बुद्धिवानों की बुद्धि बने. വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ബുദ്ധിവാന്റെയും ബുദ്ധിയുള്ളവരായി മാറി. ബുദ്ധി പരിവർത്തനപ്പെട്ടു. സമ്പർക്കത്തിൽ, ആരുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴും സഹയോഗിയായി മാറി. ബ്രാഹ്മണ ആത്മാക്കളിൽ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ തീവ്രഗതിയിൽ സേവനത്തിൻ്റെ അഭിവൃദ്ധി നടന്നു. ആദ്യകാലങ്ങൾ സാകാര ബാബ ഉണ്ടായിരുന്ന സമയത്ത് എത്ര പേര് ബാബയുടെ സാക്ഷാത്കാരത്തിലൂടെ വന്നു. നമ്മൾ സാകാര യാത്രയിൽ നമ്മൾ കേട്ടല്ലോ ആദ്യകാലത്തെ സേവന എങ്ങനെയായിരുന്നു. എക്സിബിഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പുറത്തൊക്കെ പോയിട്ട് സേവനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ മീഡിയ വന്നു, മീഡിയയുടെ സേവനം തുടങ്ങി. ബാബ സേവനത്തിന് ഒരുപാട് യുക്തികൾ തന്നിരുന്നു അല്ലേ. ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ നോട്ടീസ് വിതരണം ചെയ്യണം, പ്രൊജക്ടർ കൊണ്ടുപോയിട്ട് നിങ്ങൾ സേവനം ചെയ്യണം. അങ്ങനെ ബാബ പറഞ്ഞ സേവനങ്ങളുടെ എല്ലാം തലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയുക, സേവനവും അതുകൊണ്ട് എന്തായി അഭിവൃദ്ധിയിലേക്ക് വന്നു കഴിഞ്ഞു. പറയാം, സേവാക്കെ പ്രതി സൺസ് ഓഫ് ഫാദർ की गिफ्ट से विहंग मार्ग की സേവ ആരംഭിക്കി. സേവനത്തിന് വേണ്ടി ബാബ തന്ന വരം, കുട്ടികൾക്ക് തന്ന വരം, സേവനത്തിൻ്റെ യുക്തിയാണ് അച്ഛനെ. കാരണം അച്ഛൻ മക്കളെ പ്രത്യക്ഷപ്പെടുത്തി. ഇനി അച്ഛനെ ഷോ കാണിക്കേണ്ടത്, അച്ഛനെ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് മക്കളാണ്. ആ ഗിഫ്റ്റ് ബാബ തന്നല്ലോ, ആ ഗിഫ്റ്റ് ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ വിഹംഗമാർഗത്തിലെ സേവനം തുടങ്ങിക്കഴിഞ്ഞു പറയുക ബാബ. ഈ ഗിഫ്റ്റിൻ്റെ സേവ ഇല്ല, ബാബ തന്ന ഈ ഗിഫ്റ്റ് ലിഫ്റ്റായി മാറി പറയാം. സേവനത്തിൻ്റെ രീതി വളരെയധികം മെച്ചപ്പെട്ടു, മാറ്റങ്ങളുണ്ടായി. अब आगे चल सेवा में और परिवर्तन देखेंगे. ഇനി മുന്നോട്ട് പോകവേ ബാബ പറയാം,
ഇത് 90-ലെ സേവനം അല്ലേ, സേവനത്തിൻ്റെ റിസൾട്ടായിരുന്നു ബാബ പറഞ്ഞത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ 20 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എത്ര മാറ്റങ്ങൾ, എത്ര പരിവർത്തനം, സേവനം ഏത് തലത്തിലെത്തിക്കഴിഞ്ഞു, നമ്മളെല്ലാവരും സാക്ഷിയായിട്ട് കാണുകയാണല്ലേ. അപ്പോൾ ബാബ പറയാം, ഇനി മുന്നോട്ട് പോകുമ്പോഴും സേവനം വീണ്ടും പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ നടക്കും. अभी तक आप ब्राह्मण आत्माएं अपने तन मन की मेहनत से प्रोग्राम्स बनाते हो, स्टेज तैयार करते हो, निमंत्रण कार्ड छपाते हो, कोई वीआईपी को बुलाते हो, रेडियो टीवी वालों को सहयोगी बनाते हो, धन भी लगाते हो. ഇപ്പോൾ ബാബ പറയണം, നിങ്ങൾ ബ്രാഹ്മണാത്മാക്കൾ തൻ്റെ ശരീരം, മനസ്സ്, ഇതിൻ്റെ പരിശ്രമത്തിലൂടെ എത്ര പ്രോഗ്രാംസുകൾ തയ്യാറാക്കുന്നു. പ്രോഗ്രാം തയ്യാറാക്കാൻ നിങ്ങൾ എവിടെയെല്ലാം സ്റ്റേജുകൾ തയ്യാറാക്കുന്നു, എത്ര നോട്ടീസ് പ്രിൻ്റ് ചെയ്യുന്നു, ഒരുപാട് VIP-കൾ നിങ്ങൾ വിളിക്കാറുണ്ട്, റേഡിയോ, TV, ഈ മാധ്യമങ്ങളുടെ സഹയോഗവും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതിലൂടെ സേവനം ചെയ്യുന്നുണ്ട്, ബ്രാഹ്മണരുടെ ധനവും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇനി മുന്നോട്ട് പോകവേ നിങ്ങൾ സ്വയം VIP ആകും. ഇപ്പം നമ്മളെല്ലാവരും VIP-കളെ ക്ഷണിച്ച് എന്ത് ചെയ്തു? ഇപ്പം നമ്മുടെ ശിവാനി ദീദി ആയിക്കോട്ടെ അല്ലേ, ബാക്കി ഉഷാ ദീദി ആയിക്കോട്ടെ, കുറേ പേര്, അവരെ എല്ലാവരും ഇന്ന് VIP ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റർ ആയിക്കോട്ടെ, എത്ര പ്രോഗ്രാമുകളിലാണ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് VIP ആയിട്ട് മാറി. മുമ്പ് നമ്മൾ VIP-കളെ ക്ഷണിച്ചുകൊണ്ട് സേവനം ചെയ്തു, ഇപ്പം നമ്മൾ VIP ആയി മാറി പറയാം ബാബ. അപ്പോൾ ബാബന ആപ്പസ്മേ ആപ്സെ ബഡാ കോയി ദിഖായി നിക്കി ദേങ്കി. ഇനി മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ VIP-കളെയൊക്കെ നമ്മൾ വിളിച്ചു, ഇനി മുന്നോട്ട് പോകവേ നിങ്ങളെക്കാളും വലിയൊരു VIP വേറെ ഉണ്ടാവില്ല. ബനായി സ്റ്റേജ് പർ, നമ്മൾ സ്റ്റേജ് ഉണ്ടാക്കി VIP-കളെ വിളിച്ച് എന്ത് ചെയ്തു? സേവനം ചെയ്തിരുന്നവരാണ്. ഇപ്പോഴാണെങ്കിലോ നമുക്ക് സ്റ്റേജ് തയ്യാറാക്കി വെച്ച സ്റ്റേജിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി? സേവനം ചെയ്താൽ മതി പറയും. ഇപ്പോൾ മറ്റുള്ളവർ നമുക്ക് നിമന്ത്രണം, അവർ നമുക്ക് സന്ദേശം നൽകും, ക്ഷണിക്കും അവർ നമ്മളെ. സ്റ്റേജ് ഉണ്ടാക്കി ആ സ്റ്റേജിൽ നമ്മളുടെ സേവനം നടക്കുമെന്ന് പറയാം, ബാബയുടെ സേവനം നടക്കുമെന്ന് പറയാം ബാബ. अपने तन मन धन की सेवाओं की സ്വയം ഓഫർ കരേങ്കി. അവർ തന്നെ ശരീരം, മനസ്സ്, ധനം ഉപയോഗിച്ച് നമ്മളെ ക്ഷണിക്കും, നമുക്ക് ഓഫർ തരും. വരൂ, നിങ്ങൾ ഇവിടെ പരിപാടി ചെയ്യൂ, നിങ്ങളുടെ പരിപാടി ചെയ്യൂ. ആപ്കി മിന്നത്തെ കരേങ്കെ, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും പറയാം ബാബ. മെഹനത്ത് ആപ് നഹി കരേങ്കി. ഒക്കെ ബാബ അന്ന് പറഞ്ഞതല്ല, ഇന്ന് നമ്മളെല്ലാവരും കണ്ണിന് നേരെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ബാബ പറയാ, നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വരില്ല, റിക്വസ്റ്റുമായിട്ട് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആപ് ഹമാരെ പാസ് ആവോന, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. ആദ്യകാലങ്ങളിലെ സേവനമൊക്കെ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര പോകണം നമ്മൾ. ഇന്നാണെങ്കിലോ പാലക്കാട് തന്നെ നമുക്കറിയാലോ എത്ര ജ്യോതിർലിംഗ സേവനം നമ്മളുടെ ഈ പാലക്കാട് അല്ലെ മലപ്പുറം ജില്ലയിൽ എത്ര നടന്നു. ഇതെല്ലാം അവർ ക്ഷണിക്കുകയായിരുന്നല്ലോ. ബാക്കിയുള്ള സേവാ സ്ഥലങ്ങളിലും ഒരുപാട് ഇതുപോലെ സേവനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മളെ ക്ഷണിക്കാൻ തുടങ്ങി പറയേ ബാബ. തബി ഹി പ്രത്യക്ഷത കി ആവാസ് ബുലന്ദ് ഹോഗി. അപ്പോൾ മാത്രമേ പ്രത്യക്ഷതയുടെ എല്ലാവരും നമ്മളെ അറിഞ്ഞ് നമ്മളെ ക്ഷണിച്ച് അല്ലേ അവർ നമ്മളെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കുമ്പോഴാണ് ബാബയുടെ പ്രത്യക്ഷതയുടെ ശബ്ദം മുഴങ്ങുകയുള്ളൂ. और सबकी अटेंशन आ बच्चों द्वारा बाप तरफ जाएंगे. എല്ലാവരുടെ അറ്റൻഷൻ നമ്മളിലൂടെ ബാബയിലേക്ക് എത്തും. ये ज़्यादा समय नहीं चलेगा. ഇനി തൊട്ടും വൈകില്ല,
ഒരുപാട് സമയം എടുക്കില്ല, ഉടനെ ഉണ്ടാകും പറയേ ബാബ. अधिകം സമയം വേണ്ട. सबकी नजर बाप तरफ जाना अर्थात प्रत्यक्षद होना और जय जयाकार के चारों ओर के घंटे बजेंगे. എല്ലാവരുടെയും ദൃഷ്ടി ബാബയിലേക്ക് പോകും. ബാബയിലേക്ക് പോകും അർത്ഥം പ്രത്യക്ഷതയുണ്ടാകും. നാനാഭാഗത്തും ജയാരവം മുഴങ്ങും. അന്തിമ മണിയടിക്കും പറയ ബാബ. ബാബ പ്രത്യക്ഷപ്പെട്ടാൽ അവസാന മണി മുഴങ്ങും പറയ. ഈ ഡ്രാമ ക സൂക്ഷ്മ രാസ് ബനാ ഹുവാ ഹൈ. ഇത് ഡ്രാമയിലുള്ള രഹസ്യമാണ്. ഡ്രാമയിലുള്ള രഹസ്യം ബാബ പറയും. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പ്രത്യക്ഷത കെ ബാദ് അനേക ആത്മായെ പശ്ചാത്താപ കരേങ്കി. പ്രത്യക്ഷതയ്ക്ക് ശേഷം ആരൊക്കെ നമ്മളെ പുച്ഛിച്ചോ പരിഹസിച്ചോ തള്ളിക്കളഞ്ഞോ കളിയാക്കിയോ ബാബ ഒരു വ്യക്തമുരളിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അവരെല്ലാവരും ബാബയുടെ മുന്നിൽ തല കുനിച്ച്, ബാബയുടെ വീടിൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കും. അപ്പോൾ ബാബ പറയാ, പ്രത്യക്ഷതയ്ക്ക് ശേഷം അനേക ആത്മാക്കൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. പക്ഷെ ആ കൂട്ടത്തിൽ ആരുണ്ടാവരുത്, ആ കൂട്ടത്തിൽ ആരുണ്ടാവരുത്. और बच्चों को पश्चाताप बाप देख नहीं सकता. പക്ഷെ മക്കൾ പശ്ചാത്തപിച്ചാൽ, എല്ലാത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ തോറ്റുപോയാൽ, നമുക്ക് പശ്ചാത്താപം ഏൽക്കേണ്ടി വന്നാൽ ബാബ പറയാ, ഇത് അച്ഛനെ സഹിക്കാൻ പറ്റില്ല, ബാബനെ എനിക്കത് കാണാൻ കഴിയില്ല. ഇസ്ലിയെ പരിവർത്തൻ ഹോ ജായേഗ. അച്ഛനല്ലേ എത്രയായാലും, അതുകൊണ്ട് പെട്ടെന്ന് പരിവർത്തനം നടക്കുന്നു പറയേ ബാബ. അഭി ആ ബ്രാഹ്മൺ ആത്മാओं की ऊंची സ്റ്റേജ് സദാകാൽ की बनी रही है. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾ, ബ്രാഹ്മണ ആത്മാക്കളുടെ ഉയർന്ന സ്റ്റേജ്, ഉയർന്ന സ്ഥിതി സദാകാലത്തേക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആപ്കി ഊഞ്ചി സ്റ്റേജ് സേവാക്കി സ്റ്റേജ്. അപ്പോൾ ബാബ പറയാ, നിങ്ങളുടെ ഇപ്പം നമ്മളുടെ ആത്മീയ ഉന്നതി, നമ്മളുടെ ഉയർന്ന സ്റ്റേജ് സേവനത്തിൻ്റെ സ്റ്റേജിന്. ബാബ പറയാ, സേവനത്തിൻ്റെ സ്റ്റേജിന് ബാബ പറയാ, നോക്കൂ, ഏറ്റവും വലിയ സന്ദേശമായിരിക്കും. പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ സ്റ്റേജിൽ ജയാരവം മുഴങ്ങുന്ന പാർട്ട് അഭിനയിക്കണം. അതുകൊണ്ട് നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കണം? ഉയർന്നതായിരിക്കണം. ഉയർന്ന സ്ഥിതിയുള്ളവരെ ഉയർന്ന സ്റ്റേജിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ബാബനെ കേട്ടോ, സേവനം മാറിക്കൊണ്ടേയിരിക്കും, സേവനത്തിൻ്റെ രീതി മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനനുസരിച്ച് പരിവർത്തനം ആരിലും ഉണ്ടാവണം, നമ്മളിലും ഉണ്ടാകണം. സാകാര ബാബ സാകാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സേവനം, അവ്യക്തമായതിനു ശേഷം സേവനത്തിൻ്റെ തലം മാറിക്കൊണ്ടേയിരുന്നു അല്ലേ? ഓരോ 10 വർഷം കഴിയുന്തോറും സേവനത്തിൻ്റെ രീതികൾ മാറിക്കൊണ്ടേയിരുന്നു. बाप के अव्यक्त बनने के ड्रामा में गुप्त रास भरे हुए थे. ഇനി ബ്രഹ്മ ബാബ അവ്യക്തമായി മാറിയതിലും ഡ്രാമയിൽ വളരെ ഗുപ്തമായ രഹസ്യം അടങ്ങിയിട്ടുണ്ടായിരുന്നു. കൈ ബच्चे सोचते हैं कम से कम ബ്രഹ്മ ബാബ छुट्टी तो लेके जाते तो अच्छा था. പല കുട്ടികളുടെ ഉള്ളിലും സങ്കല്പം വന്നു, ബാബയ്ക്കൊന്ന് പോകുമ്പോൾ ഞങ്ങളോടൊന്ന് ചോദിച്ചിട്ട് പോവായിരുന്നു, ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു, ഞങ്ങളോടൊരു പെർമിഷൻ ചോദിക്കായിരുന്നു. തൊക്കിയ ആ ചുട്ടി തെത്തി ഹോ, അഥവാ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമായിരുന്നോ? മക്കളെ, ഇനി നിങ്ങൾ സേവ ചെയ്തോളൂ, ഞാൻ പോട്ടെ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ബാബയെ വിടുമായിരുന്നു? നെഹി ദേത്തോ ഹന, ബാബയ്ക്ക് പെർമിഷൻ കൊടുക്കില്ലല്ലോ, അനുവാദം കൊടുക്കില്ലല്ലോ. അപ്പോൾ ആരാണ് ബലവാൻ? ആരാണ് ബലവാൻ? അഗർ ചുട്ടിയിലെത്തി തോ കർമാതീത് നഹി ബൻ സക്തേ. അങ്ങനെ ബാബ നമ്മളോട് പെർമിഷൻ, അനുവാദം ചോദിക്കുമായിരുന്നുവെങ്കിൽ ബാബയ്ക്ക് കർമാതീതമായിട്ട് മാറാൻ കഴിയില്ലായിരുന്നു. ക്യോംകി ബ്ലഡ് കണക്ഷൻ സെ പദമാ ഗുൺ ജ്യാദാ ആത്മീക് കണക്ഷൻ സെ ഹോത്താ ഹേ. ബാബയ്ക്ക് പറയാൻ കാരണം എന്താ? ബാബ പറഞ്ഞ എന്തുകൊണ്ടെന്നാൽ രക്തബന്ധത്തെക്കാളും കോടി മടങ്ങ്
ആത്മീയ ബന്ധത്തിനുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പെർമിഷൻ ചോദിച്ചാലും തരാൻ പോവില്ല എന്നുള്ളത് ബാബയ്ക്കറിയാം. അതുകൊണ്ട് ബാബ എന്ത് ചെയ്തു? പെർമിഷൻ ചോദിച്ചില്ല. ബ്രഹ്മക്കൊത്ത് കർമാതീത് ഹോനാഥ. ഡ്രാമയിൽ ബാബയ്ക്ക് ആ ടൈമിൽ കർമാതീതമാവണമായിരുന്നു. അത് ഡ്രാമയിലുള്ളതായിരുന്നു. യാ സ്നേഹ്ക്ക് ബന്ധൻ മേ ജാനാഥ. അതോ ബാബയ്ക്ക് സ്നേഹത്തിൻ്റെ, കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങണമായിരുന്നു? ब्रह्मा बाबा ही कहते हैं ड्रामा में कर्मादीत बनाने के बंधन में बांधा. ബാബയും അത് തന്നെ പറഞ്ഞു. ഡ്രാമയ്ക്ക് കൊടുത്തു ബാബ. കുട്ടികൾ ബാബയോട് ചോദിച്ച ബാബയ്ക്ക്, കാരണം ബാബയും ഡ്രാമയിൽ ബന്ധിതനാണ്. അപ്പോൾ ബാബ പറയാ, ഡ്രാമയിൽ കർമാതീതമായി മാറ്റാനുള്ള രഹസ്യമുള്ളത് കൊണ്ട് ഡ്രാമയിൽ ഞാൻ കുടുങ്ങി. और बांधा कितने टाइम में? समय होता तो और പാർട്ട് हो जाता है. ഇനി ഡ്രാമയിൽ എത്ര സമയത്ത് കർമാതീതമായിട്ട് മാറണം എന്നുള്ളതും ഫിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ അതുവരെ പാർട്ട് ബാബയ്ക്ക് എടുക്കേണ്ടി വന്നു. ഇസ്ലിയെ ഘടി കാ കേൽ ഹോ ഗയാ. അതുകൊണ്ട് ബാബ പറയാ, ഇതൊക്കെ ഡ്രാമയിൽ ഓരോ സമയത്ത് എന്തൊക്കെ മാറ്റം വരണോ ഇത് ഡ്രാമയുടെ സമയം അനുസരിച്ച്, ക്ലോക്ക് അനുസരിച്ച് നടന്നോളും. ബച്ചോं को भी, ഈ കാര്യത്തിൽ കുട്ടികളെയും ബാബ ഒന്നും അറിയാത്തവരാക്കി മാറ്റി, ബാബയെയും ബാബ ഒന്നും അറിയാത്ത ആളാക്കി മാറ്റി. എനിക്ക് കഹത്തെ ഹേ. അതുകൊണ്ട് ഈ ബാബയുടെ യാത്ര, ബാബ അവ്യക്തമായത് ഡ്രാമയിലെ പാർട്ടാണ്. അതുകൊണ്ട് ഡ്രാമ വാ ऐसे होना ഡ്രാമയുടെ പാർട്ടല്ലേ, ഡ്രാമയിലുള്ളതല്ലേ. അതുകൊണ്ട് ആഹാ ഡ്രാമ അങ്ങനെയല്ലേ പറയേണ്ടത്. जो ड्रामा तो कोई संकल्प उठ नहीं सकता. എല്ലാം ഡ്രാമയിലുള്ളതാണ് എന്ന് നമ്മളുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആഹാ ഡ്രാമ എന്നേ ഉള്ളൂ. എന്ത് സംഭവിച്ചോ ഡ്രാമ. വേറൊരു സങ്കല്പം അവിടെ വരേണ്ട കാര്യമില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു. ഡ്രാമയിലേതാണ് നടന്നതെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞു. ഇല്ലെങ്കിലോ नहीं तो कम से कम बच्चे पूछे तो सकते थे. ഡ്രാമയിലല്ല എങ്കിൽ കുട്ടികൾക്ക് ചോദിക്കായിരുന്നല്ലോ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു വിചാരിച്ചിട്ട്. പല കുട്ടികൾക്ക് അങ്ങനെ തോന്നിയല്ലോ, അല്ലേ, ബാബ യജ്ഞത്തിൽ ഇല്ലാണ്ടാകും, ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകും എന്നൊന്നും പലരുടെ ഉള്ളിൽ ആ സങ്കല്പം വന്നിരുന്നല്ലോ. അപ്പോൾ ബാബ പറയാ, ഇവിടെ ബാബയും മൗനമാണ്, മക്കളും മൗനമാണ്. കാരണം ഡ്രാമ എല്ലാവരുടെയും സങ്കല്പത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രാമ ഇല്ല എങ്കിൽ കുട്ടികൾക്ക് ചോദ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. इसको कहते हैं ड्रामा का फुल स्टॉप. ഇതിനെയാണ് പറയുന്നത് ഡ്രാമയിൽ ഫുൾ സ്റ്റോപ്പ്, ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ്. ഉസ് ഘടി तो ഫുൾ സ്റ്റോപ്പ് ही लगा सकते हैं ना. അങ്ങനെ സങ്കല്പം വരുമ്പോൾ ആ നിമിഷം ഫുൾ സ്റ്റോപ്പ് ഇടണം. പിന്നെ ചോദ്യം ഉയരില്ല, പിന്നീട് ചോദ്യം ഉയരില്ല. അതുകൊണ്ട് ആഹാ ഡ്രാമ ആഹാ, ബാബാന്ന് പിന്നീട്, ഡ്രാമ ആദ്യം. ഈ ഡ്രാമയിൽ ഈ വിചിത്രമായ പാർട്ട് രഹസ്യം അടങ്ങിയിട്ടുള്ളതാണ്. കൽപ്പം മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പരിവർത്തനശീൽ ഡ്രാമ കോ പാർട്ട് കോ ബി പരിവർത്തൻ കർ ദിയ. അതുകൊണ്ട് പരിവർത്തനം, ഓരോ സമയങ്ങളുടെ മാറ്റം, അത് ഡ്രാമയിലും പരിവർത്തനമുണ്ടാക്കി. അപ്പോൾ ബാബയുടെ മുന്നിൽ ആ സമയത്ത് നിറയെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവ്യക്തമായതിനു ശേഷം ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ അവരെ നോക്കിയിട്ട് പറയായിരുന്നു, ഇതെല്ലാം അവ്യക്ത രചനകളാണ്. മെജോറിറ്റി കുട്ടികളും അവ്യക്ത രചനകളാണ് അർത്ഥം.
സാഗാർ की पालना लेने वाली ടീച്ചേഴ്സ് बहुत തോടി थी. ബാബ ഉണ്ടായിരുന്ന സമയത്ത് അല്ലേ നിമിത്തമായ ബാബയുടെ കുട്ടികൾ വളരെ കുറവായിരുന്നു, നേരിട്ട് പാലന കിട്ടിയവർ. ബാക്കി അവ്യക്തമായതിനു ശേഷം സൂക്ഷ്മവദനത്തിലിരുന്നുകൊണ്ട് സങ്കല്പത്തിലൂടെ രചനകൾ രചിച്ചവർ ഇപ്പോൾ ഒരുപാട് പേരായി പറയാം ബാബ. ടീച്ചേഴ്സ് ഒരുപാട് പേരായി. അവ്യക്തമായതിനു ശേഷം സേവനത്തിൻ്റെ ഗതി മാറി. വളരെ ഫാസ്റ്റായിട്ടാണ് കുട്ടികൾക്ക് ജന്മം ഉണ്ടാകുന്നത്. അവ്യക്ത രചനകൾ ഒരുപാടുണ്ടായി പറയാം ബാബ. ക്യോംകി സങ്കല്പയ്ക്ക് ഗതി സബ്സെ ഫാസ്റ്റ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു പരിവർത്തനം ഇത്രയും വേഗത്തിൽ നടക്കാൻ കാരണം സങ്കല്പത്തിൻ്റെ സ്പീഡ് ഏറ്റവും ഫാസ്റ്റായിട്ട് നടന്നു. आदि रतन मुख वंशावली और आप हो സങ്കല്പ की വംശാവലി. സാകാരത്തിൽ ബാബയിലൂടെ നടന്ന സേവനത്തിലെ കുട്ടികളെ ആദിരത്നങ്ങളെ മുഖവംശാവലി എന്ന് പറഞ്ഞു. നിങ്ങൾ സങ്കല്പത്തിൻ്റെ വംശാവലി, സങ്കല്പത്തിലൂടെ ജന്മമെടുത്തവർ. അവ്യക്തമായതിനു ശേഷം ആരൊക്കെ വന്നോ അതെല്ലാം ബ്രഹ്മ ബാബയുടെ സങ്കല്പത്തിൻ്റെ രചനകളാണ് പറയുക. इसलिए ब्रह्मा की 2 रचना गाई हुई है. അതുകൊണ്ട് ബ്രഹ്മാവിന് 2 രീതിയിൽ മക്കളുടെ ജന്മം ഉണ്ടായി എന്ന് പറയുന്നു. ഒന്ന് സാകാര പാലനയിലൂടെ, 2 അവ്യക്ത പാലനയിലൂടെ അല്ലേ. അപ്പോൾ ബാബ പറയുക, 1 മുഖവംശാവലി, 2 സങ്കല്പ വംശാവലി. ബാബന് 2 ബ്രഹ്മാവിൻ്റെ മക്കൾ തന്നെയല്ലേ, ബ്രഹ്മാവിൻ്റെ രചനകൾ തന്നെയല്ലേ. അപ്പോൾ നേരിട്ട് പാലിച്ചാലും അവ്യക്തത്തിൽ പാലിച്ചാലും ബാബ പറയാ നിങ്ങളെ ബ്രഹ്മ കുമാർ കുമാരി എന്ന് തന്നെ പറയാം, ശിവകുമാരി എന്ന് പറയില്ല. ബ്രഹ്മ കുമാർ കുമാരി. ബാബ പറയാ डबल फोरनेस भी सब संकल्प की रचना है ना. ബാബ അവ്യക്തമായതിനു ശേഷം വിദേശത്ത് എത്ര സേവനം നടന്നു, അവരെല്ലാവരും സങ്കല്പത്തിൻ്റെ രചനകൾ തന്നെയല്ലേ. ഇത്ര തീവ്രഗതിയിൽ എല്ലാവരും സേവനത്തിൽ, ടീച്ചേഴ്സ് എല്ലാവരും സേവനത്തിൽ ഫാസ്റ്റായി. ബാബ പറയുന്നത് പോലെ കുട്ടികളെല്ലാവരും ഫാസ്റ്റ് പുരുഷാർത്ഥത്തിലാണു. അപ്പം ബാബ പറയാ ജന്മം ഫാസ്റ്റായിട്ട് നടന്നുവെങ്കിൽ അല്ലേ, സങ്കല്പത്തിലൂടെ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ജന്മം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ വേഗത എങ്ങനെയായിരിക്കണം. ജബ് രചന ഹി തീവ്രഗതി की हो तो പുരുഷാർത്ഥ भी തീവ്രഗതി से होनी चाहिए. ജന്മം തീവ്രഗതിയിൽ ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ടോ എങ്കിൽ പുരുഷാർത്ഥം അത്രയും ഫാസ്റ്റായിട്ട് നടക്കണ്ടേ പറയാ ബാബ. അതുകൊണ്ട് ചെക്ക് ചെയ്യൂ, സദാ ഞാൻ തീവ്ര പുരുഷാർത്ഥിയാണോ അതോ ഇടയ്ക്കിടയ്ക്കാണോ. പരിശോധിക്കൂ, എന്തുത്തരം കിട്ടും. മനസ്സിലായോ? अब क्या क्यों का गीत ഖതം കറോ. നിങ്ങൾ ഫാസ്റ്റ് സങ്കല്പത്തിലൂടെ ഫാസ്റ്റായിട്ട് ജനിച്ചവരാണ്, ഫാസ്റ്റായിട്ട് പുരുഷാർത്ഥം ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് ഇനി ഈ പാട്ട് പാടരുത്. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ. പറഞ്ഞ് ഈ പാട്ടൊക്കെ നിർത്തൂ. ഇനി പാടേണ്ട പാട്ട് ആഹാ ആഹാ എന്ന പാട്ടാണ്. अच्छा, चारों ओर के सर्व स्नेह और शक्ति संपन्न श्रेष्ठ आत्माओं को, नाना ഭാഗത്തുള്ള സർവ സ്നേഹി ശക്തി സമ്പന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ബാബയോടൊപ്പം തീവ്രഗതിയിലൂടെ പരിവർത്തനത്തിൻ്റെ കൂട്ടുകാരനായി മാറിയ സമീപ ആത്മാക്കൾക്ക് സദാ തൻ്റെ പറക്കുന്ന കലയിലൂടെ അന്യ ആത്മാക്കളെ പോലും പറപ്പിക്കാൻ, ബന്ധനത്തിൽ കിടക്കുന്നവരെ പോലും ഉയരങ്ങളിലേക്ക് പറപ്പിക്കാൻ നിമിത്തമായ ആത്മാക്കൾക്ക് സദാ അച്ഛനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഗിഫ്റ്റിലൂടെ സ്വയത്തിൻ്റെയും സേവനത്തിൻ്റെയും സ്പീഡ് പരിവർത്തനം കൊണ്ടുവന്ന ഇങ്ങനെയുള്ള സർവ ലൗലീനരായിട്ടുള്ള മക്കൾക്ക് ഈ മഹത്വ ദിവസത്തിൻ്റെ
മഹത്വ ദിവസത്തിൻ്റെ മഹത്വത്തിനോടൊപ്പം തന്നെ മാതാപിതാവിൻ്റെ വിശേഷ സ്നേഹസ്മരണകൾ. ബാബയ്ക്കും സ്നേഹസ്മരണകൾ. ഇനി ബാബ സോണിനോട്, ഹുബ്ലി സോണിനോട് ചെയ്ത സംഭാഷണം. സദാ തൻ്റെ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ചെയ്യുന്ന കോടാനുകോടി ഭാഗ്യവാനെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഓരോ ചുവടിലും കോടി എന്നല്ലേ, ഓരോ ചുവടിലും കോടി. ഇത് ആരെക്കുറിച്ചിട്ടാണ് പാടണമെന്ന് ചോദിക്കുക ബാബ. മുഴുവൻ ദിവസവും. അപ്പോൾ നമ്മൾ എത്ര ചുവടെടുക്കുന്നുണ്ട്, എത്ര ചുവട് വയ്ക്കുന്നുണ്ട്, അപ്പോൾ എത്ര കോടികൾ സ്വരൂപിച്ചിട്ടുണ്ട് ചോദിക്കുക ബാബ. സംഗമയുഗ് ബഡേത്തെ ബഡ കമായി കാ സീസൺ കാ യുഗ്. സംഗമയുഗം ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനുള്ള സീസണിൻ്റെ യുഗമാണ് പറയും ബാബ. അതുകൊണ്ട് ഈ സീസണിൻ്റെ സമയം കുട്ടികൾ എന്ത് ചെയ്യണം? സമയം കടത്തിവിടാറുണ്ടോ? ഇത്രയും അറ്റൻഷൻ വെച്ചിട്ടുണ്ടോ? ഇത് സീസണാണ്, സമ്പാദിക്കേണ്ട സീസണാണ്, സമ്പാദിക്കേണ്ട യുഗമാണ്. അപ്പം അങ്ങനെ അറ്റൻഷൻ വെച്ചിട്ടുണ്ടോ? ഓരോ സമയവും ഈ ഓർമ്മയുണ്ടായിരിക്കണം, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഈ സംഗമത്തിൻ്റെ സീസണിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇല്ലാർത്ഥം ഇനി കൽപ്പകൽപ്പം സമ്പാദിക്കാൻ പോണില്ല. ജോ ഘടി ബീത്ത് ഗയി വ ഫിർ സെ നഹി ആയേംഗെ. ഏത് സെക്കൻഡ് കടന്നു പോയോ ആ സെക്കൻഡ് വീണ്ടും വരില്ല. ഒരു സെക്കൻഡ് വ്യർത്ഥമായി അർത്ഥം. കിത്തനെ കദം വ്യർത്ഥ ഹോ ഗയി. എത്ര ചുവടുകൾ വ്യർത്ഥമായി, എത്ര കോടികൾ വ്യർത്ഥമായി. ഇസ്ലിയെ ഹർ ഗടി ഈ സ്ലോഗൻ യാദ് രഖേ. അതുകൊണ്ട് ഓരോ നിമിഷവും ഈ സ്ലോഗൻ ഓർമ്മിക്കൂ. ജോ സമയക്ക് മഹത്വ കോ ജാനത്തെ ഹേ വ സ്വതः ഹി മഹാൻ ബനത്തെ ഹേ. ആരാണോ ഈ സംഗമത്തിൻ്റെ സമയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയുന്നത് അവരെ മഹാനാകുന്നുള്ളൂ. സമയത്തിൻ്റെ മഹത്വം അറിയുന്നവർ സ്വതവേ മഹാനായി മാറും. സ്വയം കോ ഭി ജാനനാ ഹേ ഓർ സമയ കോ ഭി ജാനനാ ഹേ. സംഗമത്തിൽ ഞാൻ ആരാണ്, ആരുടേതാണ്, എന്തിന് ഞാൻ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു, അതുകൊണ്ട് അവരവരെ അറിയൂ, സമയത്തെയും അറിയൂ. കാരണം രണ്ടും വിശേഷപ്പെട്ടതാണ്. സ്വയവും വിശേഷപ്പെട്ടതാണ്, സംഗമത്തിൻ്റെ സമയം വിശേഷപ്പെട്ടതാണ്. കാരണം ഈശ്വരൻ്റെ സെലക്ഷനാണ്. ഈശ്വരൻ്റെ കളക്ഷനിലുള്ളത് കളക്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്മൃതി ദിവസത്തിൽ വിശേഷിച്ച് സദാ സമർത്ഥമായി മാറുന്ന ശ്രേഷ്ഠ സങ്കല്പം ചെയ്തോ. വ്യർത്ഥ സങ്കല്പം, വാക്ക് എല്ലാം, ഇതുപോലുള്ള എല്ലാ വ്യർത്ഥത്തെയും സമാപ്തമാക്കാനുള്ള ദിവസമാണ്. വ്യർത്ഥം കേൾക്കുക, വ്യർത്ഥം കാണുക, വ്യർത്ഥം പറയുക, വ്യർത്ഥം ചിന്തിക്കുക, എല്ലാം സമാപ്തമാക്കാനുള്ള ദിവസമാണ്. ജബ് നോളേജ് മിൽ ഗയി कि व्यर्थ क्या. സത്യജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തിന് വ്യർത്ഥം? വ്യർത്ഥമുണ്ടെങ്കിൽ പിന്നെ സമർത്ഥം ജ്ഞാനം ആവശ്യമില്ല പറയും ബാബ. സമർത്ഥ ക്യാ. ഇനി സമർത്ഥത, സമർത്ഥം എന്താണ്? അതുകൊണ്ട് ബാബ പറയാം, तो नॉलेजफुल आत्मा कभी भी समर्थ को छोड़ व्यर्थ तरफ नहीं जा सकती. നോളേജ്ഫുള്ളായിട്ടുള്ള ആത്മാവ് ഒരിക്കലും സമർത്ഥത്തെ ഉപേക്ഷിച്ചൊരിക്കലും വ്യർത്ഥത്തെ അന്വേഷിച്ച് പോവില്ല. और जितना स्वयं समर्थ बनेंगे उतना औरों को समर्थ बना सकेंगे. അതുകൊണ്ട് എത്രത്തോളം സ്വയം സമർത്ഥമായി മാറിയോ അവർക്ക് മറ്റുള്ളവരെയും സമർത്ഥമാക്കി മാറ്റാൻ കഴിയും, വ്യർത്ഥമില്ലാത്തവരാക്കി മാറ്റാൻ കഴിയും. സ്വയം വ്യർത്ഥമില്ലാണ്ടായാൽ 63 ജന്മം വ്യർത്ഥമാക്കി കളഞ്ഞവരാണ് പറയ ബാബ. 63 ജന്മം വ്യർത്ഥമായി. സമർത്ഥമായി മാറാൻ ഈ ഒരൊറ്റ ജന്മമേ ഉള്ളൂ. ഇനിയൊരു വേറെ ജന്മം എടുക്കാൻ സമയമില്ല പറയ ബാബ. വേറൊരു ജന്മവും ഇല്ല. അതുകൊണ്ട് ഈ സമയം
എന്ത് ചെയ്യരുത്? സമയത്തെ വ്യർത്ഥമാക്കി കളയരുത്, പാഴാക്കി കളയരുത്. അമൃതവേള മുതൽ രാത്രി വരെ തൻ്റെ ദിനചര്യ ചെക്ക് ചെയ്യൂ. ऐसे नहीं सिर्फ रात्रि को चार्ट ചെക്ക് करो. ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാബ പറയുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചാർട്ട് പരിശോധിക്കുക, അന്നത്തെ മുഴുവൻ എന്തായിരുന്നു എന്നുള്ള പരിശോധിക്കുക. ബാബ പറയണ അതല്ല, പരിശോധിക്കാൻ പറഞ്ഞത് ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പല്ല, മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് സ്വയത്തെ ചെക്ക് ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. अगर रात को चेक करेंगे तो जो व्यर्थ गया वह व्यर्थ कदम ही हो जाएंगे ना. ഇനി രാത്രിയിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പകലിൽ നമ്മൾ എത്ര സമയം വ്യർത്ഥമാക്കിയോ അത് വ്യർത്ഥത്തിലേക്ക് തന്നെയല്ലേ പോവുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ വ്യർത്ഥമായി പോയ സമയത്തെയോ വാക്കിനോ സങ്കല്പത്തെയോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു, സമർത്ഥമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ രാത്രിയിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ബാക്കിയെല്ലാം വ്യർത്ഥത്തിൽ തന്നെ പോകും. അതുകൊണ്ട് ബാപ്പ് ദാദാ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് കൺട്രോളിൻ്റെ സമയം ഫിക്സ് ചെയ്യൂ. ട്രാഫിക് കൺട്രോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ട്രാഫിക് കൺട്രോളിൻ്റെ സമയം ഫിക്സ് ചെയ്യൂ. ട്രാഫിക് കൺട്രോൾ ചെയ്തോ അതോ ദിവസം മുഴുവൻ ബിസിയായിരുന്നോ? ട്രാഫിക് കൺട്രോളൊക്കെ ചെയ്യാറുണ്ടോ? അത് അതുപോലും ചെയ്യാൻ പറ്റാതെ കുട്ടികൾ അത്രയും തിരക്കിട്ടായിരുന്നോ ചോദിക്കുക. കുട്ടികളെ ആരാണ് തിരക്കിയത് ചോദിക്കുക ബാബ. അതുപോലും ചെയ്യാൻ സമയമില്ലാതെ. അതുകൊണ്ട് അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരവർ തന്നെ നിയമം ഉണ്ടാക്കണം പറയാം ബാബ. അവരവർ തന്നെ നിയമം ഉണ്ടാക്കണം. ശരി, സമയം ഇപ്പോൾ 12 മണിയുടെ സമയമാണ്, അല്ലെങ്കിൽ 5:30യുടെ സമയമാണ്. 5:30ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 5:45 ചെയ്യാൻ പറയാ ബാബ. സമയമൊന്ന് മാറിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലേക്കിൻ അഗർ അറ്റൻഷൻ രഹെങ്കി തോ കമായി ജമാ ഹോഗ. കുറച്ച് അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഉസ് സമയ അഗർ കോയി കാം ഹേ തോ ആധാ ഘണ്ടയ്ക്ക് ബാത് കറോ. നീ യോഗം ചെയ്യുന്ന 6 മുതൽ 7:30 വരെ യോഗം. എനിക്ക് 7 മണി വരെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശരി, 7 മണി മുതൽ 8 മണി വരെ ചെയ്യൂ പറയേ ബാബ. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം? ആ സമയം 1 മണിക്കൂർ പിന്നീട് കണ്ടെത്തിയിട്ട് തീർച്ചയായിട്ടും ചെയ്യണം. കർ സക്തേ ഹൈ നാ? ബാബ ചോദിക്കുക, ചെയ്യാൻ പറ്റുമല്ലോ. ഗഡിക്ക് ആധാർ പർ ബി ക്യോ ചലെ. ഇനി ടൈം ഫിക്സ് ചെയ്തിട്ട് ക്ലോക്കിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല പറയും ബാബ. ക്ലോക്കിൻ്റെ പുറകെ പോകരുത്. അപ്പിനി ബുദ്ധിയെ ഗടി, നിങ്ങളുടെ ബുദ്ധിയെ ക്ലോക്കാക്കി വെക്കണം. 5:30 ആയോ, 7:30 ആയോ, 12 മണിയായോ, സമയം നോക്കിക്കൊണ്ടിരിക്കേണ്ട പറയുക. ദിവ്യബുദ്ധിക്ക് ഗടിക്ക് യാത് കരോനാ. ദിവ്യബുദ്ധി ബാബ തന്നിട്ടില്ലേ? ആ ദിവ്യ ബുദ്ധിയാകുന്ന ക്ലോക്ക് ഓർമ്മിക്കാൻ പറയുക ബാബ. जिस बात की आदत पड़ जाती तो आदत ऐसी चीज़ के जो ना चाहते भी अपनी तरफ खींचेगी. ഇപ്പോൾ ഏതെങ്കിലും വസ്തുവിനെ ആധാരമാക്കുന്ന ശീലം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് ആ ആധാരം നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും. സമയം നോക്കിക്കൊണ്ടിരുന്ന സമയം പിന്നെ സമയത്തെയാണ് നമ്മൾ ഓർമ്മിക്കുക, ക്ലോക്കിനെ നമ്മൾ ഓർമ്മിക്കും. അല്ല, ഒരിക്കൽ ജാനകി ദാദിക്കൊരു പബ്ലിക് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോൾ വിദേശത്ത് എവിടെ അറിയില്ല, അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ദാദി എല്ലാവരേക്കാളും മുമ്പ് വന്നു. അപ്പോൾ എല്ലാവരേക്കാളും മുമ്പ് വന്നപ്പോൾ പത്രപ്രവർത്തകരെല്ലാവരും ചോദിച്ചു അത്രേ, ദാദിയുടെ കയ്യിൽ വാച്ച് പോലും ഇല്ല, ദാദി എങ്ങനെ ഇത്ര കൃത്യസമയത്ത് എത്തി പറഞ്ഞു. അപ്പോൾ ദാദി പറഞ്ഞത്, വാച്ച് കെട്ടുന്നവരാണ് സമയത്തെ വ്യർത്ഥമാക്കണത്. അങ്ങനെയാണല്ലോ നമ്മൾ അല്ലേ? 3:30 എഴുന്നേറ്റു, അല്ലെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റു, സമയം നോക്കോ 3:30 അരമണിക്കൂറുണ്ടല്ലോ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അഥവാ 3:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ഒരു അരമണിക്കൂറുണ്ടല്ലോ വിചാരിച്ച് വീണ്ടും കിടക്കും.
അപ്പോൾ ബാബ പറയുന്നത്, നിങ്ങൾ വാച്ച് ക്ലോക്കിനെ നിങ്ങൾ ആധാരമാക്കിക്കൊണ്ടിരുന്നാൽ ആ വസ്തു നിങ്ങളെ വലിച്ചുകൊണ്ടേയിരിക്കും. जो बुरी आदत रहने नहीं देती है अपनी तरफ ആകർഷിത് करती है. അപ്പോൾ ബാബ പറയാം, മോശമായ ശീലങ്ങൾ നമ്മളെ വെറുതെ വിടില്ല, തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും സംസ്കാരം ആകർഷിക്കും. അപ്പോൾ പിന്നെ അത് നല്ലതായിക്കൂടെ ചോദിക്കുക ബാബ. അപ്പോൾ എന്തുകൊണ്ട് നല്ല സംസ്കാരം ഉണ്ടാക്കിക്കൂടാ? तो सदा चेक करो और चेंज करो तो सदा के लिए കമായി ജമ ഹോത്തി രഹേഗി. സദാ ആരാണോ ചെക്ക് ചെയ്യുന്നവർ, ചേഞ്ച് ചെയ്യുന്നവർ, അവർ സദാ കാലത്തേക്ക് സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓം ശാന്തി. ബാബയുടെ അവ്യക്ത മഹാവാക്യം കേട്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യൂട്യൂബിൽ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ ദിവസം, അടുത്ത ദിവസം അടുത്ത മുരളി തുടങ്ങുന്നതിന് ഈ മുരളി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. നമ്മൾ ബാബ എന്താ പറഞ്ഞത് വീണ്ടും 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 അത് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓം ശാന്തി.